തുടർച്ചയായ മൂന്നാം വട്ടവും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ കരുനീക്കങ്ങൾ നടത്തുന്നത്. ഏതു വിധേനയും അധികാരം ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടുകളുമായി CPM-ഉം ഇടതുമുന്നണിയും രംഗത്തുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കൃത്യമായി തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനും ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ CPM ഇപ്പോൾ മെനയുന്നത്. ഇതിനെല്ലാം ഉപരിയായി PR സ്റ്റണ്ടുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കിറ്റ് കൊടുത്ത് ജനങ്ങളെ മയക്കി ഒരു വട്ടം കൂടി അധികാരത്തിലേക്ക് CPM എത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ബോധവാന്മാരാകേണ്ടത് ജനങ്ങളാണ്. കാരണം CPM-നും പിണറായി വിജയനും ലഭിച്ച തുടർഭരണം കേരളത്തെ അത്രമാത്രം വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത്. 2016 പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ ആകെയുള്ള പൊതുകടം കേവലം 1.5 ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്നത് 4 മടങ്ങ് വർദ്ധിച്ച് 6 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ അധികമായി നൽകുന്ന അധിക കടമെടുപ്പ് പരിധിയുടെ ആനുകൂല്യത്തിൽ തന്നെയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പോലും ശമ്പളം മുടങ്ങാതെ കൊടുക്കുവാൻ സാധിക്കുന്നത് എന്ന വസ്തുതയും നാം തിരിച്ചറിയണം. കേരളത്തിൽ വെള്ളക്കരവും വൈദ്യുതി ചാർജും മാത്രമല്ല, പെട്രോൾ ഡീസൽ സെസ് മുതൽ സർക്കാർ നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 10 മടങ്ങായിട്ടാണ് സർവീസ് ചാർജുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഒരു കോടതിയിൽ കേസ് കൊടുക്കുവാനുള്ള നികുതി ഭാരം പോലും ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉയർത്തിവെച്ചു എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും വികസനത്തെക്കുറിച്ചും ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടും ക്യാപ്സ്യൂളുകൾ ഇറക്കിയും ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാനാണ് CPM ശ്രമങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ 5 വർഷത്തിനിടയിൽ കേരളം അധികാരം ദുർവിനിയോഗത്തിന്റെയും ധൂർത്തിന്റെയും ഒരു കൂത്തരങ്ങായി മാറി ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓരോ മലയാളിയും തങ്ങൾ വോട്ടിങ്ങിൽ ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കും CPM നേതാക്കൾക്കും മാത്രം അവരുടെ കീശ വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനം മാത്രമാണ്. ഈ ഘട്ടത്തിൽ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ചുവടുവെക്കുമ്പോൾ മലയാളികൾ ഒരിക്കലും മറന്നു പോകരുതാത്ത 3 സ്ത്രീകളുടെ മുഖമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. CPM-ന്റെയും പിണറായി വിജയന്റെയും ധാർഷ്ട്യം മൂലം താലിമാല അറുക്കപ്പെട്ട 3 സ്ത്രീകൾ. ഈ 3 സ്ത്രീകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഓരോ മലയാളിയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അങ്ങനെ അവർ മനസ്സിലാക്കിയാൽ ഇനി ഒരിക്കലും കേരളത്തിന്റെ ചരിത്രത്തിൽ CPM അധികാരത്തിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. കാരണം അത്രമാത്രം വലിയ ക്രൂരതയാണ് ഈ സ്ത്രീകളോടും അവരുടെ ഭർത്താക്കന്മാരോടും അവരുടെ കുടുംബങ്ങളോടും CPM-ഉം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ചെയ്തു വെച്ചിട്ടുള്ളത്. മലയാളിയുടെ ചിന്തകളിൽ വിസ്മൃതിയിലേക്ക് കടന്നുപോയ ഒരു പേരാണ് ആന്തൂരിലെ സാജൻ എന്ന പ്രവാസി വ്യവസായിയുടേത്. 15 കോടി രൂപ കടമെടുത്തും സമ്പാദ്യം കൂട്ടിവെച്ചും അദ്ദേഹം പടുത്തുയർത്തിയ കൺവെൻഷൻ സെന്ററിന് ആന്തൂർ നഗരസഭ അനുവാദം കൊടുക്കാത്തതുകൊണ്ട് മാത്രം ആത്മഹത്യയിൽ അഭയം തേടിയ പ്രവാസി വ്യവസായി. അന്ന് പാർട്ടി ഭരണത്തിലിരിക്കുന്നതിന്റെ ധാർഷ്ട്യത്തിന്റെ പേരിൽ ആന്തൂർ സാജൻ എന്ന വ്യവസായിക്ക് ഈ അനുമതികൾ നിഷേധിച്ചത് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യയും അന്നത്തെ നഗരസഭാ ചെയർപേഴ്സണുമായിരുന്ന PK ശ്യാമളയാണ്. എന്നിട്ട് CPM എന്താണ് ചെയ്തത്? ഈ വിഷയത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താതെ പാർട്ടി നേതാവിന്റെ ഭാര്യയെ സംരക്ഷിച്ചു പിടിക്കുന്ന നിലപാടാണ് CPM എല്ലാ ഘട്ടത്തിലും കൈക്കൊണ്ടിട്ടുള്ളത്. പാർട്ടി നേതാവിന്റെ ഭാര്യയെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല CPM ഇവിടെ ചെയ്ത തെറ്റ് എന്നും നാം മനസ്സിലാക്കണം. ആന്തൂരിലെ സാജന്റെ ഭാര്യയായ ബീനയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടി പത്രത്തിലൂടെ ഇവർ പടച്ചുവിടുകയുണ്ടായി. CPM മുഖപത്രമായ ദേശാഭിമാനി ആന്തൂരിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് 1-ാം പേജിൽ 3-4 കോളത്തിലായി പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് സഭ്യതയുള്ള ഒരു മാധ്യമത്തിലും വരാൻ പാടില്ലാത്ത ഒരു വാർത്തയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനൊന്നും ആവാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും ആ കേസിലെ വസ്തുതകൾ അറിഞ്ഞാൽ സാജനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് CPM-ഉം CPM വനിതാ നേതാവായ PK ശ്യാമളയുമാണെന്ന് മനസ്സിലാകുന്നതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ പോലും സാജന്റെ ഭാര്യയുടെ ചാരിത്ര ശുദ്ധിയെ സംശയിക്കുന്ന രീതിയിൽ ഒരു പുകമറ സൃഷ്ടിക്കുവാനാണ് ദേശാഭിമാനി എന്ന മാധ്യമം ശ്രമിച്ചത്. അവർ പറഞ്ഞു വെച്ചതിന്റെ ക്രൂരത പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ്. സാജന് 3 സിം കാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു സിം കാർഡ് മറ്റാരോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ സിം കാർഡിലേക്ക് സാജൻ മരിച്ച വർഷം ജനുവരി മുതൽ സാജൻ മരിക്കുന്ന ജൂൺ മാസം വരെ 2400-ലധികം കോളുകൾ എത്തിയിരുന്നു. ഈ കോളുകൾക്ക് വലിയ ദൈർഘ്യമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിലായിരുന്നു കൂടുതൽ കോളുകൾ. സാജൻ ആത്മഹത്യ ചെയ്ത ദിവസം പോലും രാത്രി 12 മണിക്ക് ആ ഫോണിലേക്ക്, ആ സിം കാർഡിലേക്ക് ഒരു വീഡിയോ കോൾ എത്തിയിരുന്നു.
മൻസൂർ എന്നയാളാണ് വിളിച്ചിരുന്നത്. ഈ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കുടുംബ പ്രശ്നങ്ങളാണ് സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നും മൻസൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നും ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നും മൻസൂർ കുറ്റസമ്മതം നടത്തിയെന്നും വരെ ദേശാഭിമാനി അച്ചുനിരത്തി. വിധവയായ ഒരു സ്ത്രീയെയും അനാഥരായ അവരുടെ കുഞ്ഞുങ്ങളെയും ഈ ക്രൂരകൃത്യത്തിന് ശേഷം പാർട്ടി നേതാവിന്റെ പ്രതിച്ഛായ സംരക്ഷിച്ചു പിടിക്കുവാൻ ഇത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ വേട്ടയാടുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജനാധിപത്യ ബോധമുള്ള ഒരു മലയാളിയുടെയും മനസ്സിൽ സ്ഥാനമുണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. എന്നാൽ CPMന്റെ ക്രൂരകൃത്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചോ? ഇല്ല. കൃത്യമായി നാം ഓർത്തെടുക്കുമ്പോൾ 2024 ഒക്ടോബർ മാസത്തിൽ CPMന്റെ പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള ADM ആയ നവീൻ ബാബുവിന് ജീവനൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. നവീൻ ബാബു എന്ന പാർട്ടി അനുഭാവിയായ ആ ഉദ്യോഗസ്ഥനെ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പൊതുവേദിയിൽ CPMന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ അവഹേളനവും ആ അവഹേളനം ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ക്രൂരകൃത്യവുമാണ്. നവീൻ ബാബുവിന് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി PP ദിവ്യ കയറി വരുന്നു. PP ദിവ്യ പറഞ്ഞതനുസരിച്ച് PP ദിവ്യയുടെ തീട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ചെയ്യുവാൻ വിസമ്മതിച്ച നവീൻ ബാബുവിനെ ആ വേദിയിലേക്ക് കടന്നു വന്ന് മൈക്ക് എടുത്തു വെച്ച് PP ദിവ്യ അവഹേളിക്കുകയായിരുന്നു. നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ് എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് PP ദിവ്യ ഈ ആക്ഷേപങ്ങൾ അഴിച്ചുവിട്ടത്. എന്നിട്ട് സ്വന്തമായി ഒരു ക്യാമറാമാനെ കൊണ്ടുവന്ന് ഈ രംഗങ്ങൾ ഷൂട്ട് ചെയ്തു വെച്ച PP ദിവ്യ കാസർഗോഡ് മുതൽ പറശാല വരെയുള്ള CPMന്റെ സൈബർ ഗ്രൂപ്പുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഇതൊരു വലിയ വാർത്തയാക്കി തീർക്കുകയും ചെയ്തു. അന്ന് നവീൻ ബാബു ജീവനെടുക്കുന്ന ദിവസം ആദ്യം പകൽ സമയത്ത് പുറത്തു വന്ന വാർത്ത അഴിമതിക്കാരനായ ADMന് പൊതുവേദിയിൽ ശാസിക്കുന്ന CPMന്റെ യുവ വനിതാ നേതാവ് PP ദിവ്യ എന്നതായിരുന്നു. PP ദിവ്യയുടെ ഈ അഹമ്മദി എന്ന് പറയുന്നത് സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനഭാരം മൂലം ജീവനെടുക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. എന്നിട്ടും PP ദിവ്യയെ സംരക്ഷിച്ചു പിടിക്കുവാനുള്ള വ്യഗ്രതയാണ് പാർട്ടി കാട്ടിയത്. അതിൻ്റെ പേരിൽ നവീൻ ബാബുവിൻ്റെ വിധവയായ മഞ്ജുഷയ്ക്കെതിരെ പോലും വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മഞ്ജുഷയ്ക്കും നവീൻ ബാബുവിനും ഒപ്പമാണെന്ന് പറയുമ്പോഴും CPMലെ ഏറ്റവും കരുത്തരായ കണ്ണൂർ ലോബിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും PP ദിവ്യയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു. ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വരെ അവരെ ഒളിത്താവളത്തിൽ താമസിപ്പിച്ചതും പിന്നീട് പോലീസ് അറസ്റ്റിന് അവർ സാഹചര്യമൊരുക്കി കൊടുത്തതുമെല്ലാം CPM തന്നെയാണ്. ഈ ഘട്ടത്തിലും PP ദിവ്യ ഫേസ്ബുക്കിലൂടെ വലിയ ചാരിത്ര പ്രസംഗങ്ങൾ പങ്കുവച്ച് രംഗത്ത് വരുമ്പോൾ അതിന് CPM അണികൾ കൈയടിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ഇവർ വല്ലാത്ത മനോഭാവമുള്ള, മനുഷ്യരല്ലാത്ത, മനസാക്ഷിയില്ലാത്ത ഒരു പറ്റം ജനവിരുദ്ധരാണ് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ആന്തൂരിലെ സാജന്റെ ഭാര്യയായ ബീനയുടെയും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെയും പോലെ തന്നെ നവീൻ ബാബുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ വിധവയായ മഞ്ജുഷയുടെയും അനാഥരാക്കപ്പെട്ട അവരുടെ 2 പെൺമക്കളുടെയും ചിത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പതിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന CPM എന്ന പാർട്ടിക്കെതിരെ മലയാളിയുടെ പൊതുബോധം ഉയരുകയും വോട്ടിലൂടെ അവരെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു വനിത എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരന്റെ വിധവയായ ഇപ്പോൾ വടകരയുടെ MLA ആയ KK രമയാണ്. TP ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് പാർട്ടിയിലെ കൊള്ളരുതായ്മകൾ തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് പുറത്തിറങ്ങി ഒരു പുതിയ സംഘടന, പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതിൻ്റെ പേരിലാണ് ക്രൂരമായി CPM കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിന്റെ മറവിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം അഴിച്ചുവിടുവാൻ CPM നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും നമുക്ക് മുന്നിലുണ്ട്. മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു ഇന്നോവ കാറിലാണ് അക്രമ സംഘത്തെ CPM പറഞ്ഞുവിട്ടത്. യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരനെ മുസ്ലിം മതമൗലികവാദികൾ കൊലപ്പെടുത്തി എന്നൊരു ആഖ്യാനം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു തന്ത്രം CPM ഒരുക്കിയത്. എന്നാൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കരുത്തുറ്റ നട്ടലിന് ബലമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചതോടെ CPMന്റെ നേതാക്കളടക്കം ഈ കേസിൽ അറസ്റ്റിലാകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. TPയുടെ കൊലക്കേസിൽ പ്രതിയായ കുഞ്ഞനന്തൻ എന്ന CPMന്റെ പ്രാദേശിക നേതാവ് മരണമടഞ്ഞപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ പോലും മറികടന്നുകൊണ്ട് CPMന്റെ സംസ്ഥാന നേതാക്കളെത്തി അഭിവാദ്യം അർപ്പിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറമായിരുന്നു ക്രൂരമായി കൊല്ലപ്പെട്ട ഭർത്താവിൻ്റെ ജീവന് കണക്ക് ചോദിക്കുവാൻ, നിയമത്തിന്റെ പാതയിൽ കണക്ക് ചോദിക്കുവാൻ രംഗത്തിറങ്ങിയ KK രമയെന്ന വിധവ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കുകൾ. എന്നാൽ അവർ തല ഉയർത്തി നിന്നുകൊണ്ട് CPMന്റെ തെമ്മാടിക്കൂട്ടത്തെ നേരിടുകയും ജനാധിപത്യത്തിന്റെ മാർഗം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട്
CPM-നെ അവരുടെ ഉരുക്കുകോട്ടയായ വടകര സീറ്റിൽ ദയനീയമായി പരാജയപ്പെടുത്തി കേരള നിയമസഭയിൽ അംഗമായി എത്തുകയും ചെയ്തു. നിയമസഭാ അംഗമായിരുന്ന KK രമയ്ക്ക് ഏറെ വിഷമത്തോടെ കേരള നിയമസഭയിൽ ഉയർത്തേണ്ടി വന്നിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് TP കൊലക്കേസിൽ പ്രതികളായ കൊടും ക്രിമിനലുകളായ ആളുകൾക്ക് അവിഹിതമായി അനധികൃതമായി നൽകുന്ന പരോളുകളെ കുറിച്ചാണ്. നിരവധി വട്ടം ഈ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ മനസാക്ഷിയില്ലാത്ത CPM നേതാക്കൾ രമയെ അവഹേളിക്കുവാനും പുച്ഛിക്കുവാനും അപവാദ പ്രചരണം നടത്തുവാനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ കുലം കുത്തിയെന്ന് വിളിച്ചതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സും എത്രമാത്രം വൈകൃത്യം നിറഞ്ഞതാണെന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിണറായിയുടെ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ആരോപണങ്ങൾ ഉയരുമ്പോൾ എത്രമാത്രം വൈകാരികമായ പ്രകടനങ്ങളാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിട്ടുള്ളതെന്ന് ഈ ഘട്ടത്തിൽ നാം ഓർത്തെടുക്കേണ്ടതാണ്. കാരണം ഏറ്റവും നിന്ദ്യമായ രീതിയിൽ, ഏറ്റവും ക്രൂരമായ രീതിയിൽ, ഏറ്റവും പൈശാചികമായ രീതിയിൽ ശരീരമാസകലം വെട്ടി പരിക്കേൽപ്പിച്ച് ഒരാളെ കൊന്നതിന് ശേഷം അയാളുടെ കുടുംബത്തെയും അയാളുടെ അനുയായികളെയും ആക്ഷേപിക്കുന്ന രീതിയിൽ അയാളെ വീണ്ടും വീണ്ടും കുലം കുത്തിയെന്ന് വിളിച്ചവഹേളിച്ച പിണറായി വിജയൻ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ വൈകാരികത പ്രകടിപ്പിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? അങ്ങനെ ഈ 3 വിധവകളുടെ ചിത്രം ഓരോ മലയാളിയും മനസ്സിലേറ്റിയാൽ അവരോട് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഭരണാധികാരിയും കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങളെക്കുറിച്ച് ഓർത്തെടുത്താൽ ഇനി ഒരിക്കലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ഥാനമില്ലാത്ത വിധം CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാതാകും എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനുള്ള തൻ്റെടവും മനസാക്ഷിയും പൊതുബോധവുമെല്ലാം മലയാളിക്കുണ്ടോ എന്ന ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.